ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനുള്ളതേ എൻ്റെ നാടായ കാരക്കാട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ ഈ വരുന്ന ആളെ സൈക്കിൾ കൊണ്ട് വരുന്ന ആളെ നിർത്ത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ പേരൊന്ന് വെളിപ്പെടുത്തിക്കാം. തെമീമ്. ഓ കല്ലൂരാ സൈക്കിളേറ്റോ എന്നിട്ട് വാട്ടണിക്കാൻ തരാട്ടോട് ചെങ്ങിനോട് കാരക്കാടുക്കുന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അല്ലേ അല്ലേ ഇപ്പോഴും വേറ്റോ ഇപ്പോഴും വേറ്റൊക്കെ ഇവിടെ നേരാക്കൂലത്രേ. ഞാൻ മറ്റേ ഇതിന് കുറച്ചപ്പുറത്ത് കടന്നു അങ്ങോട്ട് പോട്ടെ. കുറച്ചപ്പുറത്ത് എവിടെ? പട്ടാമ്പി. പിന്നെ ഓങ്ങലൂർ പോയത് തന്നെ ഇവിടുന്ന് ഓങ്ങലൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്നലെ നേരാക്കാൻ പോയിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചപ്പുറത്തൊരു കടന്നുണ്ട്. ഈ കുറച്ചപ്പുറത്ത് പറഞ്ഞാൽ അവിടുന്ന് 5 കിലോമീറ്റർ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ട് ആളുകളെ ചിരിപ്പിച്ച ഒരുപാട് ആളുകളിലേക്ക് എത്തിയ വോയിസിൻ്റെ ഉടമയാണ് തമീമാണ്. എന്താ പറയാനുള്ളത്? വളരെ സിമ്പിളായിട്ട് ഉമ്മാനെ പറ്റിക്കാൻ നോക്കിയാണ് സംഭവം പാളി അല്ലേ? അപ്പോൾ തമീമേ സൈക്കിൾ ഇങ്ങോട്ട് നേരാക്കി ലാസ്റ്റ് നേരാക്കിട്ടില്ല, ഇങ്ങോട്ട് പോന്നു. പിന്നെ മാമ കൊണ്ടുപോയി നേരാക്കി ഇങ്ങോട്ട് കൊടുന്നു. പിന്നെ ഇത് നേരാക്കിയപ്പോ ചെറുത് കുഴപ്പമില്ല. ഒറ്റക്ക പോയത്? ഓങ്ങലൂർക്ക് അങ്ങനെ പോലുണ്ടോ? പോകലില്ല, ഒരു ദിവസം പോയതാണ്. അതും സംഭവം ചോദിക്കാതെ പോയിക്കണം കേട്ടോ. അപ്പം ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയാതെ പോകാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇതൊരു പ്രോത്സാഹനമായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ മക്കളും നമ്മളെ മാതാപിതാക്കളെ സമ്മതമില്ലാതെ നമ്മൾ പിന്നെ ദൂരങ്ങളിലൊന്നും പോകാൻ പാടില്ല. അവരുടെ സറൗണ്ടിൽ അവരുടെ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് എന്താ വീഡിയോ എന്താ കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിച്ചു കയറിയില്ലേ? എത്രയല്ലേ പഠിക്കണത്? ഏത് സ്കൂളിലാണ്? കാരക്കാട് സ്കൂളിലല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഒറ്റക്ക പോയത്? ഒരു മാസമായതല്ലേ? ഈ വോയിസ് ഒരു മാസം മുന്നത്തെയാണ്. അപ്പോൾ വേറെ ആരോ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ആ കോൾ റെക്കോർഡ് കട്ട് ചെയ്തിട്ട് അയാളൊരു കോമഡിക്ക് വേണ്ടി ഇട്ടുന്നുള്ളൂ അല്ലേ? അതാണ് വളരെ രസകരമായിട്ട് ഇന്നലെ അത് കേൾക്കാത്ത ആരും നമ്മുടെ ഈ പട്ടാമ്പി പാലക്കാട് ജില്ലയിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാത്തിലും അത് ഫേമസ് ആയിക്കണു. എന്താ സന്തോഷമുണ്ടോ? അത് നാണക്കടാണോ ചമ്മലാണോ? എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ വോയിസ് വൈറലായാലും ഇപ്പം എന്താണ് തോന്നുന്നത്? ചെറുതായിട്ട് കോലക്കടുണ്ട്. അവൻ ചെറുതായിട്ട് ഉമ്മാനത് പറ്റിക്കാൻ നോക്കിയത് അത് പാളിപ്പോയിക്കാണ്. കാരണം കുറച്ചപ്പുറത്ത് നിന്നാണ് പറഞ്ഞത്. ഈ കുറച്ചപ്പുറത്ത് എന്ന് പറഞ്ഞത് എല്ലാവരും ഉദ്ദേശിക്കാൻ എന്താ വെച്ചിട്ടാ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അപ്പുറത്ത് നിന്നാണ് ഉദ്ദേശിക്കുക. 4 കിലോമീറ്റർ അപ്പുറം എൻ്റെ കുറച്ചപ്പുറം എന്ന് പറയുന്നത് അതായാലും ഏറ്റവും വലിയ ഹൈലൈറ്റ് കോമഡി. പക്ഷേ ഒരുപാട് സന്തോഷം. ആളുകൾ ഒരുപാട് വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ചിരിക്കാനും പിന്നെ ഒരു കൗതുകമായിട്ടും അതുകൊണ്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. നിഷ്കളങ്കമായിട്ടുള്ളൊരു വോയിസും ആ ഉമ്മ സത്യസന്ധമായിട്ട് ആ ചീത്ത അറിയണം. അതെല്ലാ ഉമ്മാരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾ പറയാതെ പോയ ഏത് മക്കളെയും ഉമ്മാരങ്ങനെ ചീത്ത അറിയും. അതങ്ങനെ വേണം. അതാ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഉമ്മ വന്നിട്ട് ചീത്ത അറിഞ്ഞോ? നല്ലതിനല്ലേ? അപ്പം ഇനി ഉമ്മാനോട് ചോദിക്കാൻ പോകില്ലോ, ഉമ്മാനോട് ചോദിക്കണം. അപ്പം ഞാൻ വന്നിട്ടുള്ളതേ തമീമിൻ്റെ വീട്ടിലാണ്. തമീമിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ തറവാട് അല്ലേ? നമ്മുടെ മുസ്തഫയുടെ പിന്നെ മോനാണ്. മുസ്തഫയുടെ അനിയന് കബീർ ഇങ്ങോട്ട് അടുത്ത് നിൽക്ക്. ഭയങ്കര ചമ്മലാണ് വീഡിയോയിൽ വരാൻ. അപ്പോൾ മുസ്തഫ ഇവിടെ അല്ല, മുസ്തഫ ട്രിപ്പായിട്ട് പോയിക്കാണ് അല്ലേ? അപ്പോൾ കബീറാണ് ഇത് പറഞ്ഞല്ലേ? ഞാനാണ് ഉമ്മക്ക് വിളിക്കാൻ പറഞ്ഞത്. വിളിച്ചിട്ട് പോയാല് ഓങ്ങല്ലൂർക്ക് പറഞ്ഞാ അവൻ കാരക്കാട്ടുക്കാണ് പറഞ്ഞിട്ടാ പോയത്. കാരക്കാട്ടുക്കാ പറഞ്ഞിട്ടാ പോയത് മനോട് തോന്നാറുണ്ട്. എന്നിട്ട് ഓങ്ങല്ലൂരിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് ഇനി പോണ്ട, പോകുകയാണെങ്കിൽ ഉമ്മാക്ക് വിളിച്ചിട്ട് പോയാൽ മതിയാ. അപ്പൊ അങ്ങനെ വിളിച്ചാണ്. ചെറിയൊരു സംഭവം ചോദിക്കാൻ വേണ്ടി നൈസായിട്ട് ഒന്ന് വിളിച്ചു നോക്കിയതാണ് അല്ലേ? എന്താണെങ്കിലും എൻ്റെ മക്കളുണ്ട് കൂടെ ഇവരെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ. അപ്പോൾ പിന്നെ ഒരു ഗിഫ്റ്റ് ജാമിലിൻ്റെ വക അത് കൊടുത്താ തമീമിന്. ഇത് കൊടുത്താ ഒരുപാട് വിലപ്പെട്ട കാര്യമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമല്ല. മോനക്കൊരു വാച്ചും പിന്നെ മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ്സും. അതാണ് എൻ്റെ മക്കളുടെ വക. അവർക്കൊരു സന്തോഷം എന്നുള്ള നിലക്ക് നൽകുന്നത്. ഇത് തമീമിൻ്റെ അനിയത്തി. എന്താ പേര്? ഫാത്തിമത്തി സഹറ അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു ചെറിയ കൊച്ചു ഓഡിയോൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. തമീം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബ് മുസ്തഫ
ചേരിക്കല്ല് മദാറിൻ്റെ അവിടെയുള്ള മുസ്തഫാൻ്റെ മോനാണ്. അപ്പോൾ എനിക്ക് അവൻ്റെ പെട്ടെന്ന് വോയിസും അവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി പേര് കേട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ അവനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് പോയതാണ്. അവന് സ്കൂളിൽ പോയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഇന്ന് പോയി എടുത്താണ്. ഏത് ഉമ്മമാരും മക്കളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചീത്ത പറയുക. എല്ലാവരും അങ്ങനെ തന്നെ ചീത്ത പറയുക. കാരണം അവരുടെ ഉള്ള അമിത സ്നേഹം കാരണം, ഭയം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അപ്പോൾ എല്ലാ മക്കളും ഇത് കാണുന്നവർ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ സംഭവം ചോദിച്ചിട്ട് പോവുക. ഇതൊരു കൗതുകം എന്നുള്ള നിലക്ക് എടുത്തു എന്നുള്ളൂ. ആദ്യം ഈ വോയിസ് വൈറലായപ്പോൾ അവർക്ക് തന്നെ ഒരു സങ്കടം തോന്നി. പിന്നെ അത് അവരൊരു കൗതുകം, ഒരു രസമായിട്ട് കോമഡി ആയിട്ട് എടുത്തു. ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു വോയിസിൻ്റെ ഉടമയാണ് നമ്മുടെ ഈ തമീം.